എല്ലാവർക്കും നമസ്കാരം. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഇന്ത്യ ഷോപ്പിലൂടെ എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്ന് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം, കേരളത്തിൽ ഇതുവരെ ഈ ഫെസിലിറ്റി അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ കമ്പനി ഇന്ന് കേരളത്തിലെ എല്ലാ പിൻകോഡുകളിലേക്കും പ്രൊഡക്റ്റ് എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. വളരെ സിമ്പിളാണ് ഇത്. ഒരുപക്ഷെ പലരും ഇതുവരെ നോക്കാത്തത് കൊണ്ട് അത് കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മളെല്ലാവരും ഇന്ത്യ ഷോപ്പി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാറുണ്ട്. ഒരുപക്ഷെ ആപ്ലിക്കേഷൻ വഴി പർച്ചേസ് ചെയ്യാൻ നോക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ പകരം നമ്മൾ നേരെ ഇന്ത്യ ഷോപ്പി സൈറ്റിൽ കയറിയിട്ടാണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത്. ഇത് വളരെ ഈസിയാണ്. നമ്മുടെ വർക്കിംഗ് സമയത്തൊന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ഏത് സമയത്തും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി നമ്മുടെ വീട്ടിലേക്ക് ഈ സൗകര്യം എത്തിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷനിൽ പോകുന്നതിന് പകരം നേരെ ഗൂഗിളിൽ കയറി നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ്, അതായത് www.indiashopee.com കയറി കഴിഞ്ഞാൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈറ്റിൽ കയറി കഴിഞ്ഞ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കസ്റ്റമർക്കാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ ചില സമയത്ത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് രണ്ട് ഓപ്ഷൻ വരും: സെൽഫ് പിക്കപ്പ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡെലിവറി. അപ്പോൾ സെൽഫ് പിക്കപ്പ് എടുക്കരുത്, അതിന് പകരം സ്റ്റാൻഡേർഡ് ഡെലിവറി, നോർമൽ ഡെലിവറി എന്നുള്ള ഓപ്ഷനിൽ എടുക്കുക. അതിനുശേഷം നമ്മൾ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനിൽ കയറി നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അത് നമ്മൾ എൻ്റർ ചെയ്യുക. നമ്മുടെ മെയിൽ ഐ ഡിയാണ് യൂസർ ഐ ഡി ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് യൂസർ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്ത സ്ക്രീനിലേക്ക് പോകും. അപ്പോൾ ഏത് ഐ ഡിയിലാണോ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് ആ ഐ ഡി നമ്പർ അതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറും നമ്മൾക്കതിൽ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എൻ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് OTP വരുന്നതായിരിക്കും. ആ OTP നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു 6 അക്ക നമ്പറായിരിക്കും. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ അഡ്രസ്സ് ആഡ് ചെയ്തുകൊണ്ട് അഡ്രസ്സ് അവിടെ ഡയറക്റ്റ് വന്നു. അത് ഇല്ലാത്തവർ പുതുതായി അഡ്രസ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. അതിനുശേഷം നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റാണ് പർച്ചേസ് ചെയ്യേണ്ടത് അത് നമുക്ക് സെർച്ച് ഇതിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻ വഴി ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫോർ എക്സാമ്പിളിന് കവചപ്രാശം ലേഹ്യം ഒരെണ്ണം എടുത്ത് സെലക്ട് ചെയ്തു, പ്ലസ് ബട്ടൺ അമർത്തി. അതിനുശേഷം 95 എന്ന പ്രൊഡക്റ്റും കൂടെ ഞാൻ സെലക്ട് ചെയ്തു. ഇങ്ങനെ ഈ 2 പ്രൊഡക്റ്റും സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ നമ്മളെ ഷോപ്പിംഗ് ബാഗിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഏതൊക്കെ സാധനങ്ങളാണ് വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഒരെണ്ണം മാത്രം മതിയാണെങ്കിൽ അത് ചെയ്യുക. കൂടുതൽ എണ്ണം വേണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എണ്ണം കൂട്ടുക. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ്സിൻ അവിടെ കാണും. അടുത്ത ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഐറ്റംസാണ് നമ്മൾ പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. വീണ്ടും കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഓൺലൈൻ പർച്ചേസ് അല്ലെങ്കിൽ ഓപ്ഷൻ കാണും, അല്ലെങ്കിൽ പ്രീ ഓർഡർ ബുക്കിംഗ്. അപ്പോൾ ഓൺലൈൻ പർച്ചേസ് എന്നുള്ള ഓപ്ഷൻ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ പേ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു സ്ക്രീൻ കാണാം. നമ്മുടെ ഏത് ഐ ഡിയിലാണോ പർച്ചേസ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ക്വാണ്ടിറ്റി, എത്ര എമൗണ്ടാണ്, ആ എമൗണ്ട് BV എത്ര വരും, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ കാണുന്ന യെസ് എന്നുള്ള ഓപ്ഷൻ, ആ യെസ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പുതിയൊരു സ്ക്രീനിലേക്ക് പോകും. ഇവിടെ നമ്മളെ പേയ്മെൻറ്റ് സമ്മറി ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മുടെ പേരും അഡ്രസ്സും മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കാണും, ടോട്ടൽ എമൗണ്ട്. അപ്പോൾ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ നേരെ പേയ്മെൻറ്റിൻ്റെ സൈറ്റിലേക്ക് പോകും. അവിടെ ഒരുപാട് ഓപ്ഷൻ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉപയോഗിച്ചിട്ടും ഡെബിറ്റ് കാർഡിൻ്റെ EMI ഓപ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരുപാട് UPI, ഗൂഗിൾ പേ, Paytm, ഫോൺപേ, ഇതൊക്കെ നമുക്ക് ഈ സൈറ്റിലൂടെ ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ ഗൂഗിൾ പേ ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്കിത് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ ഏത് ഓപ്ഷൻ വേണമെന്ന് സെലക്ട് ചെയ്യുന്നത്, അതിനുശേഷം അത് വെരിഫൈ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. താങ്ക് യു.